ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ഇന്ന് നമ്മുടെ ഓണം സീരീസിൽ വടക്കൂട്ടുകറിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ തിരുവനന്തപുരം ഇങ്ങോട്ട് തെക്കോട്ടുള്ള കൂട്ടുകറിയാണ്. ഇതേപോലെ അല്ല വടക്കോട്ടുള്ളവരുടെ കൂട്ടുകറി, അതില് കടലയൊക്കെ ഇട്ട് വെക്കുന്ന വേറൊരു ടൈപ്പാണ് കേട്ടോ. അപ്പൊ ഈ വടക്കൂട്ടുകറി സൂപ്പർ ടേസ്റ്റ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കൂട്ടത്തില് ഞാൻ 1 മണിക്കൂർ മുൻപ് ഒരു 1/4 കപ്പ് ഉഴുന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് കുതിരാൻ വെച്ച വെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അഥവാ അരഞ്ഞില്ലെങ്കിൽ ഒന്ന് കുടഞ്ഞു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ വെള്ളം നമ്മൾ ഒരുപാട് ചേർക്കരുത്, കുടഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ. പക്ഷെ എന്റെ ഭാഗ്യം കൊണ്ട് എന്തോ കുടഞ്ഞു കൊടുക്കാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പൊ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കൈകൊണ്ട് പിച്ചിട്ട കറിവേപ്പില, അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു മസാലക്കറി തയ്യാറാക്കണം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുത്തു. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഒരു 3 അല്ലി വരും, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു വലിയ സവോളയുടെ പകുതിയാണ് നീളത്തിൽ കട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു തൊണ്ടൻമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് അത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് വഴറ്റണം. വഴന്ന് നമ്മുടെ ആ ഉള്ളിയുടെയൊക്കെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇവിടെ ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആയി. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വട തയ്യാറാക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഒന്ന് ബാക്കിലത്തെ ഗ്യാസിലേക്ക് മാറ്റിയിട്ട് ഫ്രണ്ടിലെ ഗ്യാസിൽ നമുക്ക് വട ചുട്ടെടുക്കാം കേട്ടോ. മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഫുള്ളായിട്ട് വേവണ്ട, ഒന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ ദേ നമ്മൾ ചട്ടി വെച്ചു കൊടുത്തു, നിറച്ച് എണ്ണ ഒഴിച്ചു. അതിൽ വട ഷേപ്പ് ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ ഇങ്ങനെ നുള്ളി പിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇടുമ്പോൾ ഒരു 15 വടക്കോളം ഉള്ളത് നമുക്ക് ഇതിൽ കിട്ടും. അപ്പൊ സദ്യക്ക് വിളമ്പാനാണെങ്കിൽ 15 പേർക്ക് വിളമ്പാൻ പറ്റും കേട്ടോ. ഒരു വടയും ഒരു ഉരുളക്കിഴങ്ങിന്റെ പീസും ഒക്കെ കൂടെ വെച്ചാവുമ്പോൾ 15 പേർക്ക് കിട്ടും. ആദ്യം തീ കൂട്ടി വെച്ച് വേണം വടക്കുള്ള മാവ് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഒരു 2 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ അതിലോട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി 3-ാം പാൽ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ വടയ്ക്ക് മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കറിക്ക് ഇട്ടിട്ടില്ല. അപ്പൊ ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒരുമിച്ച് അങ്ങ് മൂത്ത് വരും. അപ്പം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ല മുളകാണെങ്കിലും കുഴപ്പമില്ല. എരിവിനനുസരിച്ച് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക്, 1 ടീസ്പൂൺ ഗരം മസാല എടുത്തു വെച്ചതിൽ പകുതി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് ഈ 3-ാം പാല് വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടും. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് തന്നെ വേവുമ്പോൾ ഉരുളക്കിഴങ്ങിനും നല്ല സ്വാദായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ വടയെ സംബന്ധിച്ച് വട ഒരുപാട് മൊരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ, ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ ഒരുപാട് മൊരിഞ്ഞ് ക്രിസ്പി ആയി പോയാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മുടെ ഈ തേങ്ങാപ്പാലിന്റെ മിക്സ്ചർ ഒന്നും അകത്തോട്ട് പിടിക്കില്ല. അങ്ങനെ പിടിച്ചാൽ മാത്രമേ ഇത് ഈ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. അപ്പൊ ഒന്ന് മൂത്ത് വെന്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് വടയെല്ലാം കോരി മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ 3-ാം പാല് നന്നായിട്ട് വറ്റി ഈ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ 2-ാം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇല പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ വടയുടെ പീസസ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമ്മുടെ ഈ 2-ാം പാലും നന്നായിട്ട് വറ്റി വരണം. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്തേ കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് 1-ാം പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിന്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കാം, എല്ലാം ടേസ്റ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. എന്നിട്ട് ബാക്കി ഗരം മസാല കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇരുമ്പ് ചീനിച്ചട്ടി ആയിട്ട് ഞാൻ അപ്പോഴേ തന്നെ ഓഫ് ചെയ്തു, കാരണം ആ ചട്ടിയിലുള്ള ചൂട് മതി ഇതൊന്ന് ചൂടാവാൻ കേട്ടോ. 1-ാം പാല്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കടുക് താളിച്ചിടണം. അതിനായിട്ട് എണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം ഇട്ടാൽ മതി. അത് 3 ഇട്ട് ഒന്ന് വരട്ടി എടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വടക്കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.